ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ ഉലർത്തിയതാട്ടോ. വളരെ ഈസിയാണ്. അധികം ആൾക്കാർക്കും സോയ വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു കപ്പ് സോയ എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിന് നല്ലോണം സ്ക്വീസ് ചെയ്ത് എൻ്റെ പതയൊക്കെ കളയാം. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് നമ്മളിത് നല്ലോണം സ്ക്വീസ് ചെയ്തിട്ട് വെള്ളം ഒട്ടും ഇല്ലാണ്ട് നമ്മൾ അരിപ്പയിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. നല്ലോണം അമർത്തി തന്നെ സ്ക്വീസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഞാനിതെല്ലാം സ്ക്വീസ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. വലുതായി കട്ട് ചെയ്യുമ്പോഴാണ് സോയൻ്റെ ടേസ്റ്റ് പലർക്കും ഇഷ്ടപ്പെടാത്തത്. അപ്പം ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ടറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് കത്തി വെച്ചിട്ട് തന്നെ നല്ല കുറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ട് ഒരു സവാളയാണ്, ഒരു മീഡിയം സൈസ്. അപ്പോൾ ഒരു സവാള എടുക്കുക, അതും ചെറുതായിട്ട് റഫിലായിട്ട് ചോപ്പ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1 ഇഞ്ച് സൈസിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 5 ഗാർലിക് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി, ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സോയാബീനിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഓക്കെ, എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് മുളകൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എരിവ് കുറച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത സോയാബീൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അടിക്കൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. നല്ലോണം ഒന്ന് കുക്കായി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അടച്ച് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇത് കുക്ക് ചെയ്താൽ മതി. ഇനി ഇത് അടിക്ക് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പം തന്നെ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാകും കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ഔട്ട് ചെയ്തിട്ടെടുക്കണം. നല്ല വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഇത് കിട്ടണം. അപ്പം എന്നിട്ടിത് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നവരെ ഞാനിത് അടച്ചു വെക്കാണ്ട് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ വെള്ളം വേഗം തന്നെ ഒന്ന് വിളിഞ്ഞോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് സോട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇത് നല്ലോണം വെള്ളമൊക്കെ നല്ലോണം വിളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിങ്ങൾക്ക് ക്യുമിൻ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ച് ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് വാടി വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അപ്പം തന്നെ ജിഞ്ചറൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നോളും. ഒന്ന് ചുരുങ്ങി വരണം കേട്ടോ. ഇപ്പോൾ ജിഞ്ചറൊക്കെ ഏകദേശം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ ഞാനിവിടെ ഒരു ഓണിയനാണ് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തിട്ടെടുക്കുക. ഓണിയൻ നല്ലോണം ഒന്ന് വാടി കിട്ടണം. അതൊരു ബ്രൗൺ സ്റ്റേജ് വരുന്നവരെ, അതുവരെ നല്ലോണം ഒന്ന് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തെടുക്കണം കേട്ടോ. ഓണിയൻ നല്ലോണം ഒന്ന് വാടി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് സോട്ട് ചെയ്ത് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്കാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്യാം കേട്ടോ. ഉപ്പ് ഓൾറെഡി നമ്മൾ സോയാബീനിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ സവാളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ മസാലകൾ ഒന്നും കൂടി നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. അതുവരെ നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സ്റ്റേജിലേക്ക് നമുക്ക് ഒരു തക്കാളിയാണ്, മീഡിയം സൈസുള്ള തക്കാളി മതി. ഓക്കെ, അധികം പുളിയില്ലാത്ത തക്കാളി, അത് ഒന്ന് നല്ലോണം ചോപ്പ് ചെയ്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി നല്ല പേസ്റ്റ് പോലെ ഇതിൽ അലിഞ്ഞ് കിട്ടണം. അപ്പം നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ തക്കാളി വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലോണം തക്കാളിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തുകൊണ്ട് വേഗം വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് കുക്കായി കിട്ടട്ടെ. ആ ഫ്ലേവറൊക്കെ ഈ സോയാബീനിൽ എത്തുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് കുക്കായി കിട്ടട്ടെ കേട്ടോ.
നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പോൾ ഞാനിത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ലാസ്റ്റ് ആഡ് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു മണം ഇതിൻ്റെ മേലെ നിൽക്കേണ്ടിയിട്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിനോടൊക്കെ നല്ല കോമ്പിനേഷനാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഡിഷാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. സോയാബീൻ കഴിക്കാത്ത ആൾക്കാരും ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അഭിപ്രായങ്ങൾ. അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.